ഡയറ്റ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ബയോട്ടിൻ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ഹെയറിന് ഹെൽപ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. ബയോട്ടിൻ എന്ന് പറയുന്നത് ബി വൈറ്റമിൻസ് ആണ്, മെയിനായിട്ട് B7. ബയോട്ടിൻ നമുക്ക് മെയിനായിട്ടും ഹെയറിനെ ഹെൽത്തിയർ ആക്കാനും അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് വളർത്താനും തിന്നായിട്ടുള്ള ഹെയറിനെ ഒക്കെ നല്ല ഡെൻസിറ്റി കൂട്ടിയിട്ട് നല്ലതുപോലെ തഴച്ചു വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂട്രിയൻ്റാണ് ബയോട്ടിൻ. നമുക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരുപാട് മുടി പൊഴിയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവും, ഡെൻസിറ്റി കുറയും, സ്ട്രെങ്തനൊക്കെ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളെല്ലാവരും ഹെയർ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല നല്ല പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഡയറ്റിലും കൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുടിയുടെ ഡാമേജും ഡാൻഡ്രഫും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർത്താനും ഒക്കെ കഴിയും. ഇനി നമുക്ക് എന്തെല്ലാം ഫുഡ് ഐറ്റമാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മെയിനായിട്ടും നട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ധാരാളമായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടും ആൽമണ്ട്സ്, വാൾനട്ട്സ് ആൻഡ് പീനട്ട്സ് ഇതൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ധാരാളമായിട്ട് omega-3 ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇയും മെഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹെയറിന് നല്ല സ്ട്രെങ്തൻ വരാനും ബ്രേക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് നട്ട്സ്. അടുത്തതായിട്ട് ഹെയർ ഗ്രോത്തിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് സൺഫ്ലവർ സീഡ്സ്. ഇതിൽ ധാരാളമായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിനോളിനിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലതായിട്ട് ഷൈനിങ് കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല ബലത്തോടു കൂടി വളരാനും പുതിയ ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഒക്കെ നമ്മുടെ സൺഫ്ലവർ സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത വൺ ഓഫ് ദി ബെസ്റ്റാണ് എഗ്ഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിച്ച് ഇൻ പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അമിനോ ആസിഡ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് നല്ല ലെങ്ത് ഉണ്ടാവാനും നല്ല ഷൈനി ഉണ്ടാവാനും സ്കാൽപ്പിലൊക്കെ നല്ല പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഹെയർസ് ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മളെല്ലാവരും എഗ്ഗിൻ്റെ ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ എഗ്ഗ് കഴിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഡെയിലി ഒരു 1-2 എഗ്ഗ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തതായിട്ട് ഹെയർ ഗ്രോത്തിന് വൺ ഓഫ് ദി ബെസ്റ്റാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഇതിൽ ധാരാളമായിട്ട് ബയോട്ടിനും വൈറ്റമിൻ എയും ബി കരോട്ടിനും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ബ്രേക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവും നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് ബ്രൊക്കോളി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് ബി വൈറ്റമിൻസും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഫോളിക് ആസിഡും വൈറ്റമിൻ ഇയും ഒക്കെ ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയറിനെ മെയിനായിട്ടും നല്ലതുപോലെ ഗ്രോത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഡെൻസിറ്റി കൂട്ടാനും ഹെയർ ലോസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ബ്രൊക്കോളി മെയിനായിട്ടും സ്റ്റീം ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലൊരു ഫുഡ് ഐറ്റമാണ് ലിവർ. ഇതിൽ ധാരാളമായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ഹെയറിൻ്റെ ബ്രേക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനും നല്ലതുപോലെ ഡെൻസിറ്റി ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് ലിവർ. അടുത്തതായിട്ട് നമുക്ക് ഡയറ്റിൽ അവക്കാഡോ ഇൻക്ലൂഡ് ചെയ്യാം. അവക്കാഡോ എന്ന് പറയുന്നത് റിച്ച് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് ഹെൽത്തി ഫാറ്റ്സ് ആണ്. അതുപോലെ തന്നെ ബയോട്ടിന് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ബയോട്ടിൻ നമുക്ക് മുടിയുടെ ഡൾനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയറിൻ്റെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവക്കാഡോയിൽ ധാരാളമായിട്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും അവക്കാഡോ വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വൺ ഓഫ് ദി ബെസ്റ്റാണ് യോഗട്ട് അല്ലെങ്കിൽ കേർഡ്. ഇതിൽ ധാരാളമായിട്ട് ബി വൈറ്റമിൻസും പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡാമേജസ് ഹെയർ എല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നു. ഹെയർ ഡെൻസിറ്റി കൂട്ടാനും ഹെയറിന് നല്ല ഷൈനി ആയിട്ട് വരുത്താനും ഒക്കെ വളരെ നല്ലതാണ് യോഗട്ട് അല്ലെങ്കിൽ കേർഡ്. ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് ഫുഡ് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് മെയിനായിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹെയറിന് നല്ല സ്ട്രെങ്തൻ ഉണ്ടാവും. ഹെയർ നല്ല സ്ട്രോങ് ആകാനും നമ്മുടെ ഹെയർ ഡെൻസിറ്റി കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അപ്പോയിൻറ്റ്മെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.